അപ്പോൾ ഈ ഒരു ഞാനതിന് പേരിട്ടിരിക്കുന്ന ഫൈൻഡ് മൈ ട്രേഡ് എന്നാണ്. ഇതൊരു ഇൻഡിക്കേറ്റർ പോലെ ട്രേഡിംഗ് വ്യൂവിൽ വർക്ക് ചെയ്യുന്നൊരു സാധനമാണ്. വീഡിയോ കണ്ടിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. ഹലോ ട്രേഡേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഈ ചാനലിൽ ചർച്ച ചെയ്യാറുള്ളത് എങ്ങനെയാണ് റീറ്റെയിലർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ട്രേഡൊക്കെ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുക, പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരു സൈഡിൽ ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചുകളും പരീക്ഷണങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോഴും നമുക്ക് മാനുവലി ട്രേഡ് ചെയ്യേണ്ടത് അനിവാര്യമാണല്ലേ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ മാനുവലി ട്രേഡ് ചെയ്യുന്ന ആളുകളായിരിക്കും, പ്ലസ് ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ മാനുവലി ട്രേഡുകൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ, എസ്പെഷ്യലി പ്രോ ഫോമുകളിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട്ലി നമ്മുടെ എൻട്രി എവിടെയാണ് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒന്നിലധികം അസറ്റുകളിലൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോന്നിലും ഇരുന്ന് ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം നമ്മൾ സെൽഫായിട്ട് അനാലിസിസ് ചെയ്ത് ആ ഒരു കൃത്യമായ ഒരു എൻട്രി പോയിൻ്റ് വരുമ്പോൾ നമുക്ക് സിസ്റ്റത്തിന് മുമ്പിൽ അവൈലബിൾ ആയിരിക്കുകയും ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതും ഒക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എക്സിക്യൂഷൻ നമ്മളുടെ ഇതിൽ വരുമ്പോൾ തന്നെ ഈ ഫോറെക്സ് പെയറുകളിൽ പല പെയറുകളിൽ ലോട്ട് സൈസൊക്കെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫോറെക്സിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും. എസ്പെഷ്യലി നമ്മൾ ഈ പ്രൊപ്രൈറ്ററി ഫേമിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രേഡ് സൈസുകളൊക്കെ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. എസ്പെഷ്യലി നമ്മളുടെ ഒരു എൻട്രി സോണിലേക്ക് വരുമ്പോൾ എവിടെയാണ് നമ്മൾ SL എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ SLൻ്റെ അനുപാതത്തിൽ എത്ര ലോട്ടാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാൽക്കുലേഷനുകളിലേക്കൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ കുറച്ച് ടഫാണ്. വേറെ വേറെ പെയറുകളിൽ വേറെ വേറെ ലോട്ട് സൈസുകളായിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്ലസ് നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ ഓവറോൾ ട്രേഡിംഗ് യൂണിവേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ചില ടൂളുകളൊക്കെ ഉപയോഗിച്ച് ഞാനൊരു ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരു 2 മാസത്തോളം എൻ്റെ ഒരു പേഴ്സണൽ അക്കൗണ്ടിൽ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ വിൻ റേറ്റ് ഒക്കെ അത്യാവശ്യം ഒരു 50% മുകളിലുണ്ട്. പ്ലസ് നമ്മളുടെ റിസ്ക് മാനേജ്മെൻ്റ് ഒക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിസ്റ്റം, അത് ഒരു ട്രേഡിംഗ് വ്യൂ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് നമ്മളത് ബിൽഡ് ചെയ്തത്. പറയുമ്പോൾ ട്രേഡിംഗ് വ്യൂ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ പോലും അത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ എൻജിൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറയാം. അതിൽ പല കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനതിന് പേരിട്ടിരിക്കുന്ന ഫൈൻഡ് മൈ ട്രേഡ് എന്നാണ്. ഇതൊരു ഇൻഡിക്കേറ്റർ പോലെ ട്രേഡിംഗ് വ്യൂവിൽ വർക്ക് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ ഇങ്ങനെയാണ് ഈ ഇൻഡിക്കേറ്റർ നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇതിൽ കൃത്യമായിട്ടൊരു എൻട്രി സോൺ ഉണ്ട്. ഷോർട്ട് സൈഡിലേക്കുള്ളൊരു എൻട്രി നമുക്ക് ഇവിടുന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കണം, ലോജിക്കൽ എക്സിറ്റ് എവിടെ വരും, ബെസ്റ്റ് പോസിബിൾ എക്സിറ്റ് എവിടെ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളും. പ്ലസ് ഇതിനെ കൂടാതെ നമ്മുടെ ഈ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു ഏരിയ അനുസരിച്ച് നമുക്ക് 1% റിസ്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ എത്ര ലോട്ട് സൈസിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത് എന്നുള്ളതുണ്ട്. അപ്പോൾ ആ ഒരു കാര്യവും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത് ജാപ്പനീസ് യെൻ എന്ന് പറയുന്ന കറൻസി പെയറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 0.116 ലോട്ട് സൈസ് വരെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാം ഒരു ഒറ്റ ഇൻഡിക്കേറ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് മാർക്കറ്റ് മൂവ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ലോജിക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. പ്ലസ് ഇത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് വീഡിയോ കണ്ടിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. ഈ വീഡിയോയുടെ അവസാനം ഇതെങ്ങനെയാണിത് ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ഒരു കോഡ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ, ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് ഡയറക്ഷൻ, ഫിബ് റീട്രേസ്മെൻറ്റ് ഇത്തരത്തിലുള്ള ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമ്മുടെ ലിക്വിഡിറ്റി സോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് നമ്മളുടെ അക്കൗണ്ട് സൈസ് എത്രയാണെന്ന് നമുക്ക് എൻ്റർ ചെയ്യണം.
അപ്പോൾ ഏത് അക്കൗണ്ട് സൈസാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. ഞാനിത് പറയുന്നതൊരു പ്രോഫോമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. ഇപ്പോൾ $10,000 ഒരു അക്കൗണ്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ $10,000 നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ഇത് നമുക്ക് മാറ്റാം, 20-25 കൊടുക്കാം. ഇത് ബേസിക്കലി നമ്മളുടെ ലോട്ട് സൈസ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര റിസ്ക് പെർസെൻറ്റേജ് ആണ് ഒരു ട്രേഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1% ആണോ, 0.5% ആണോ, 2% ആണോ, എത്രയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പ്ലസ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലാസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ 4x ആണ് ചെയ്യുന്നതെങ്കിൽ 4x നമുക്ക് സെലക്ട് ചെയ്യാം. അല്ല നമ്മൾ ഗോൾഡിലാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് XAUUSD സെലക്ട് ചെയ്യാം, ബിറ്റ്കോയിൻ സെലക്ട് ചെയ്യാം, US100 സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതാണ് നിങ്ങളുടെ അസറ്റ് ക്ലാസ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. നമ്മളിത് 4x മെയിനായിട്ട് ചെയ്യുന്നത്. 4x ഇത് കുറച്ചുകൂടി ഇതിന് വിൻ റേറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ബിറ്റ്കോയിൻ എന്ന് പറയുന്നതൊക്കെ ഭയങ്കര വോളറ്റൈലായിട്ടുള്ള അസറ്റാണ്. എന്നിരുന്നാലും സാറ്റർഡേ സൺഡേകളിലൊക്കെ ബിറ്റ്കോയിനിലും അത്യാവശ്യം നല്ല റിയാക്ഷൻ ഈ ഒരു നമ്മളുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഗോൾഡിൽ ഇത് യൂസ് ചെയ്യണ്ട. ഗോൾഡിൽ ഇത് കാര്യമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയെടുത്തോളം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നിങ്ങളിത് കാണുന്ന പോലെ തന്നെ ഇതിനകത്ത് ബേസിക്കായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഡയറക്ഷനും പ്ലസ് ഒരു ഫിബ് റീട്രേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫിബ് റീട്രേസ്മെൻറ്റ് 0.5, 0.618 എന്നൊക്കെ പറയുന്ന ഏരിയ എന്നൊരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലൊരു എൻട്രി പോയിൻ്റ് ആണെന്നുള്ളത്. അതിന് നമുക്ക് ഡയറക്ഷൻ ആദ്യം മനസ്സിലാക്കണം. സ്വിംഗ് പോയിൻറ്റുകൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എവിടെയാണ് മാർക്കറ്റ് സ്വിങ് വന്നേക്കുന്നത്, ഏതാണ് ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലേക്കാണ് നമുക്ക് ട്രേഡ് എടുക്കേണ്ടത്, എവിടെ നിന്നാണ് നമുക്ക് ഫിബ് റീട്രേസ്മെൻറ്റ് വരയ്ക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ടഫായിട്ടുള്ള ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും ഇങ്ങനെ ചോപ്പിയായിട്ട് പോകുന്ന ഒരു കണ്ടീഷനിൽ ഏതാണ് ഇതിൻ്റെ സ്വിംഗ് പോയിൻ്റ്, ഡയറക്ഷൻ ഏതാണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ അതിന് നമുക്ക് ഇത് ഭയങ്കര സഹായകരമായ സാധനമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, നമുക്കൊരു ഫിബ് റീട്രേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഷോർട്ട് സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഒരു സ്വിംഗ് പോയിൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്വിംഗ് വരച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഈ ഇൻഡിക്കേറ്റർ വെച്ച് ഈ നമ്മളുടെ എൻട്രി സോൺ എന്ന് പറയുന്നത് 0.5, 0.618 ഇടയ്ക്കുള്ള ഒരു പോർഷൻ എന്നാണ്. അവിടുന്ന് നമുക്ക് എൻട്രി ഇപ്പോൾ ഇത് 15 മിനിറ്റ്സിലാണ് മിനിമം ടൈം ഫ്രെയിം യൂസ് ചെയ്യേണ്ടത്. 15 മിനിറ്റ്സിന് മുകളിലേക്കുള്ള ടൈം ഫ്രെയിമിലാണ് നമ്മൾ എൻട്രി കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് 15 മിനിറ്റ്സ് എന്ന് പറയുമ്പം ജസ്റ്റ് ചാർട്ടിൽ ഇത് മാറ്റിയാൽ മാത്രം പോരാ. നമുക്ക് ഇവിടെ ചാർട്ടിൽ മാറ്റിയാൽ ഇത് ഇപ്പോൾ 15 മിനിറ്റ്സിൽ നമുക്ക് എൻട്രി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം ഫ്രെയിം സിസ്റ്റം നമ്മളുടെ ഈ പർട്ടിക്കുലർ സിസ്റ്റം അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിമാണിത്. അപ്പോൾ ഈ 15 മിനിറ്റ്സിൽ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്മോളർ ടൈം ഫ്രെയിമിലേക്ക് ഇടുക. അപ്പോൾ ഇപ്പോഴും ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഈ ഒരു പോർഷൻ കാണിച്ചിരിക്കുന്നത് 15 മിനിറ്റ്സിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചാണ്. നിങ്ങൾ സാധാരണ ട്രേഡിംഗ് വ്യൂവിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ചാർട്ടിലത്തെ ടൈം ഫ്രെയിം മാറ്റുമ്പോൾ ഈ ഓവറോൾ നമ്മൾ ആ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്ററിൻ്റെയും ടൈം ഫ്രെയിം ആ ചാർട്ടിൻ്റെ ടൈം ഫ്രെയിമിനനുസരിച്ച് അലൈനാവും. പക്ഷേ ഇത് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് വേറൊരു രീതിയിലാണ്. നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലെ ട്രേഡ് സ്മോളർ ടൈം ഫ്രെയിമിലത്തെ റിയാക്ഷൻ അനുസരിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ടൈം ഫ്രെയിമിൽ നിന്ന് താഴോട്ട് നമ്മൾ ചാർട്ടിൽ മാറ്റുമ്പോഴും ഈ ഒരു ഏരിയ കാണിക്കുന്നത് ഇത് ആ ഹയർ ടൈം ഫ്രെയിമിൻ്റെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതനുസരിച്ച് ഇതിനകത്ത് എൻട്രി നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു എൻട്രി സോൺ എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ട് വന്നിട്ട് ഇവിടെ ഒരു 5 മിനിറ്റ്സിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ, ഒന്നെങ്കിൽ ഒരു റിജക്ഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം വെച്ച് എൻട്രി എടുക്കുക. അപ്പോൾ എൻട്രി എടുക്കുമ്പം സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയുടെ മുകളിൽ ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്കിവിടെ ലോഡ് സൈസൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് അസറ്റ് ഇട്ടാലും അതിനനുസരിച്ച് ലോഡ് സൈസ് മാറ്റി കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിപ്പം യൂറോ JPYയുടെ ആണ്. നമുക്ക് യൂറോ USD ഇട്ട് നോക്കാം. ഇപ്പോൾ യൂറോ USD ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് 0.395 എന്നും പറഞ്ഞുകൊണ്ട് ലോഡ് സൈസാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹയർ ടൈം ഫ്രെയിമിലത്തെ ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 15 മിനിറ്റ്സിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇപ്പോൾ 15 മിനിറ്റ്സിൽ എൻട്രി എടുക്കുമ്പോൾ 15 മിനിറ്റ്സിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. 15 മിനിറ്റ്സിൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഹയർ ടൈം ഫ്രെയിമുകളിൽ ഏതാണ് ട്രെൻഡെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഇതൊരു ബിയറിഷ് എൻട്രി സെറ്റപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 അവറിലേക്ക് പോയി നോക്കുമ്പോൾ 1 അവറിൽ ഏതാണ് ട്രെൻഡ്, 1 അവറിൽ ഇപ്പം ബുള്ളിഷ് കഴിഞ്ഞ് ബിയറിഷ്നെസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നെ 4 അവറിൽ ഏതാണ് ട്രെൻഡ്, 4 അവറിൽ ഇത് അപ്സൈഡാണ്, 1 അവറിലും ഇത് അപ്സൈഡാണ്.
അല്ലേ? ട്രെൻഡ് അപ്പ് സൈഡ് ആണല്ലോ. വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ചിലപ്പോൾ ഇത് ഇവിടുന്ന് ഒരു ഷിഫ്റ്റ് ആയിരിക്കും, പക്ഷേ ട്രെൻഡ് ഓവറോൾ അപ്പ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ഡയറക്ഷണൽ റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഇത് ഔട്ട് ഓഫ് 10 6 ആണ്. ഔട്ട് ഓഫ് 10 എന്ന് പറഞ്ഞാൽ നമ്മൾ 4-5 ഹയർ ടൈം ഫ്രെയിമുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഹയർ ടൈം ഫ്രെയിമുകളിൽ എത്ര എണ്ണം ഈ ഒരു സെറ്റപ്പിന് അനുകൂലമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇതിലൊരു മുന്നോട്ടുള്ളൊരു 4-5 ടൈം ഫ്രെയിമുകളെല്ലാം ഇതിന് ഷോർട്ട് സൈഡിലേക്ക് അലൈനായിട്ട് വരുവാണെങ്കിൽ ഇത് 10 ഔട്ട് ഓഫ് 10 9 ഔട്ട് ഓഫ് 10 എന്നൊക്കെ പറയുന്ന ഒരു റേറ്റിംഗ് ഇവിടെ കാണിച്ചു തരും. അല്ല, ഇത് അതിൽ താഴെയാണ്. ഇതിപ്പോൾ ഒരു 3 ടൈം ഫ്രെയിം ആയിരിക്കും ഇതിന് അലൈനായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 6 ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മളിത് ട്രേഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് മിനിമം ഒരു 7-8 ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രോബബിലിറ്റി നമുക്ക് കൂടുതലായിരിക്കും. പിന്നെ ട്രേഡ് വാലിഡിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു ട്രേഡിൻ്റെ വാലിഡിറ്റി എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ട്രേഡ് വാലിഡിറ്റി ഇത് റെഡും ഗ്രീനും ഒക്കെ ആവും. ഗ്രീൻ ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഫിബിനെ നമ്മൾ ഈ ഫിബ് റീട്രേസ്മെൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള സിങ് പോയിൻറ്റുകളൊക്കെ ക്രിയേറ്റ് ആയതിന് ശേഷമാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണിത്. ഇപ്പോൾ ഈ യെല്ലോ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ടൊരു സിങ് പോയിൻ്റ് ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ലോ ആയിട്ട് ഇവിടെ ഒരു സിങ് പോയിൻ്റൊക്കെ വന്നിട്ട് തിരിച്ചിത് റീട്രേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുന്ന് തിരിച്ചിത് റീട്രേസ് ചെയ്യുമ്പോഴായിരിക്കും ഇത് ഒരു കറക്റ്റായിട്ടൊരു ഗ്രീൻ ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ വോളറ്റാലിറ്റി അലേർട്ട്. വോളറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ബേസിസിൽ ഏതൊക്കെ സമയത്താണ് കറക്റ്റായിട്ടുള്ള വോളറ്റാലിറ്റി കൂടി വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് വോളറ്റാലിറ്റി വരുന്ന സമയത്തിന് മുമ്പ് ഒരു 15 മിനിറ്റൊക്കെ മുമ്പ് ഇത് റെഡ് ആവും. അപ്പോൾ ആ റെഡ് ആവും. അത് കഴിഞ്ഞിട്ട് നോർമൽ ട്രേഡബിൾ വോളറ്റാലിറ്റി ആണെങ്കിൽ അത് ഓറഞ്ച് ആയിരിക്കും. വളരെ കാമായിട്ടുള്ള മാർക്കറ്റ് ആണെങ്കിൽ ഇത് ഗ്രീൻ ആയിരിക്കും. ഇതിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള വോളറ്റാലിറ്റി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് ട്രേഡിംഗ് വ്യൂ അങ്ങനെ ഒരു ഓപ്ഷൻ തരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ മാർക്കറ്റ് ഒക്കെ അതായത് ഇപ്പോൾ സെഷൻസ് ബേസ് ചെയ്തിട്ടുള്ള, അപ്പോൾ സെഷൻസ് ഓവർലാപ്പിംഗ് വരുന്ന സമയത്ത്, പുതിയൊരു സെഷൻ തുറക്കുന്ന സമയത്തൊക്കെ വരുന്ന ആ ഒരു വോളറ്റാലിറ്റിയാണ് ഇതിനകത്ത് ഡിറ്റക്റ്റ് ചെയ്യുക. പിന്നെ വേറൊരു മേജറായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യൻ ടൈം ആണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ട്രേഡ് ചെയ്യുന്ന സമയവും മറ്റ് മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യുന്ന സമയമൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഫോറക്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം നമ്മൾ US മാർക്കറ്റ് എപ്പോഴാണ് തുറക്കുന്നത്, ലണ്ടൻ സെഷൻ എപ്പോഴാണ് തുറക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം രാവിലെ 9 o'clock ഇന്ത്യൻ മാർക്കറ്റ് അങ്ങ് ഓപ്പൺ ആകുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഒരു 15 മിനിറ്റത്തേക്ക് കാണും. അപ്പോൾ അതിനെ നമുക്ക് മനസ്സിലാക്കാനും ഏത് സെഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയാണ് ഈ ഓപ്പൺ സെഷൻ എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇത് ന്യൂയോർക്ക് സെഷനാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ USD JPYയിലാണ്. USD JPYയിൽ പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി സെറ്റപ്പിലേക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇത് 5 മിനിറ്റിലേക്ക് പോയിട്ട് ഇവിടെ ഒരു ബിയറിഷ്, ഇപ്പോൾ ഈ ഒരു സിങ് ഒക്കെ കട്ട് ചെയ്ത് താഴെ ഒരു ക്ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. ഈ ഒരു ഏരിയയിൽ നിന്ന് ഉള്ള ഇവിടെ വരെയുള്ള ഒരു ഗ്യാപ്പിലത്തെ ലോട്ട് സൈസാണ് ഈ കാണിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ എൻട്രി ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു റിജക്ഷൻ കിട്ടി. ഇപ്പോൾ ഇതിങ്ങനെ ബുള്ളായിട്ട് കയറി വരുമ്പോൾ നമുക്ക് ഈ ഒരു റിജക്ഷനിൽ നിന്ന് വേണമെങ്കിൽ ഒരു ട്രേഡൊക്കെ എക്സിക്യൂട്ട് ചെയ്യും നമുക്ക് അത്ര ഒരു ക്ഷമയൊന്നും ഇല്ലെങ്കിൽ. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം സപ്പോസ് ഇതിപ്പോൾ ഇങ്ങനെ കയറിപ്പോയി, ബട്ട് സ്റ്റിൽ ഇവിടുന്ന് താഴോട്ട് വരാമായിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എത്രയാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നൊരു കാൽക്കുലേഷനാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ നമ്മൾ മാക്സിമം എൻട്രി നമ്മൾ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ 0.618 എന്ന് പറയുന്ന ഫെബിൻ്റെ ഗോൾഡൻ റീട്രേസ്മെൻറ്റ് ഏരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. നല്ല ട്രെൻഡിങ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഈ ഒരു 0.5 നിന്നും ഒക്കെ നമുക്ക് താഴോട്ടൊരു മൂവ്മെൻറ്റ് കിട്ടും. പിന്നെ ഇതിനകത്ത് കറക്റ്റായിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ, നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ, അത് വെച്ചിട്ട് നമ്മളൊരു ഓട്ടോമേഷനും MD5 വേണ്ടിയിട്ടൊരു ബോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. ഞാൻ ആ വീഡിയോകളുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അതൊക്കെ ഒന്ന് പോയി കണ്ടേച്ച് വരാം എന്താണ് മാർക്കറ്റ് സെഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി നമ്മൾ വന്നു കഴിയുമ്പോൾ ഈ ഒരു എൻട്രി സോണിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഒന്നിലധികം അസറ്റുകൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ രാവിലെ നമ്മൾ വന്നിട്ട് നമുക്ക് എന്താണ് നോക്കേണ്ടത്, നമ്മളെപ്പം നമ്മൾ അവൈലബിൾ ആണോ, ഇതിപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിലും നമുക്ക് കാണാൻ പറ്റും ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെപ്പോൾ സമയം കിട്ടുന്നോ അപ്പോൾ നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള അസറ്റുകളിൽ
ഏതിലാണ് ട്രേഡിംഗ് സെറ്റപ്പ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് നോക്കിയോ, ഇതൊരു കറക്റ്റ് ട്രേഡിംഗ് സെറ്റപ്പാണ്. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം. കനേഡിയൻ ഡോളർ JPY-യിൽ ഇവിടെ ഒരു 15 മിനിറ്റ്സിൽ തന്നെ നല്ലൊരു റിജക്ഷൻ വന്നിട്ടുണ്ട്. 5 മിനിറ്റ്സിലും കാണും, അത് 5 മിനിറ്റ്സിലും നല്ലൊരു റിജക്ഷൻ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു എൻട്രി എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ എൻട്രി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ 0.309 ലോട്ടുകളാണ് ഇവിടെ നമുക്ക് 1% റിസ്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പക്ഷേ യൂറോയിൽ വരുമ്പോൾ അത് 395 ആണ്. നമ്മൾ വേറൊരു പെയറിലേക്ക് പോകുമ്പോൾ അത് 213 ആണ്. GBP-യിലേക്ക് പോകുമ്പോൾ അത് 0.4 ആണ്. അപ്പോൾ അങ്ങനെ മാറി മാറി എല്ലാത്തിനും കാൽക്കുലേഷൻസ് വേറെ വേറെയാണ്, അതുകൊണ്ട് മാറി മാറി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് പെയറിലാണോ ട്രേഡ് ചെയ്യാൻ നമ്മൾ നോക്കുന്നത്, നമ്മൾ മാറി മാറി നോക്കുന്നു എവിടെയാണ് നമ്മുടെ സെറ്റപ്പ് വരുന്നത്, ആ ഒരു മെത്തേഡിൽ എവിടെയാണ് നമുക്ക് എൻട്രി ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഓരോ പെയറുകൾ മാറ്റി നോക്കിയിട്ട് ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്ര ലോട്ടിൽ എക്സിക്യൂട്ട് ചെയ്യണം, ഏത് ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം, എവിടെ വരെ പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ലോജിക്കൽ എക്സിറ്റും ബെസ്റ്റ് പോസിബിൾ എക്സിറ്റും മാറ്റി മാറ്റി കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റം വെച്ച് നമ്മൾ ഇതിപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. അല്ല, ഞാനിത് പുതിയതായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല. അപ്പോൾ ആ ഒരു സിസ്റ്റം വെച്ച് താഴോട്ട് ഈ ഒരു എവിടെ വരെ പോകാമെന്നുള്ള ഒരു പ്രോഫിറ്റ് എവിടെ നമുക്ക് ബുക്ക് ചെയ്യാമെന്നുള്ള ഒരു ഏരിയ കണ്ടുപിടിക്കുന്നതും ഫിബ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു ടൂൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പം ഫിബ് എക്സ്റ്റൻഷൻ ഉണ്ട്, ട്രെൻഡ് എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഷോർട്ട് സൈഡിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത്, സാധാരണ ഇതിൻ്റെ ഹൈയിൽ വെച്ചു, ഇപ്പോൾ 5 മിനിറ്റ്സിലാണ്, 15 മിനിറ്റ്സിലേക്ക് മാറ്റി. ഇതിൻ്റെ ഇവിടുന്ന് ഇവിടെ വെച്ച് താഴോട്ട് നമ്മൾ എവിടെയാണ് ഇതിൻ്റെ ലോ പോയിൻ്റ് എന്ന് വെച്ചിട്ട് ഇത് പിന്നെ മുകളിലോട്ട് എവിടെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്, ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്റ്റൻഷൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോരോ ലെവലുകളിലാണ് ഈ ഒരു ബെസ്റ്റ് പോസിബിൾ എക്സിറ്റ് എന്നുള്ള സാധനം കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ലോജിക്കലി ഈ ഒരു സിംഗ്ലോയിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത്. 1:1.5 എങ്കിലും ഉള്ള ട്രേഡായിരിക്കണം നമ്മൾ എൻട്രി ചെയ്യേണ്ടത് മിനിമം. അപ്പോൾ നമ്മളത് റിസ്ക് റിവാർഡ് നമ്മൾ എത്ര ഉണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ഈ ഒരു ടൂൾ, ഇപ്പോൾ ഇതിനകത്ത് പോയിട്ട് ഷോർട്ട് പൊസിഷൻ്റെ ടൂൾ എടുത്തിട്ട് ഇവിടെ വെച്ചു, ഇവിടെ നിന്നായിരിക്കും നമ്മൾ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചു, ഇവിടെ നമ്മുടെ SL വെച്ച് ഇവിടെ വരെ വന്നു. ഇതാണ് നമ്മളുടെ റിസ്ക് റിവാർഡ് 1:1.61. ഇത് നമ്മൾ 1:1.5 മുകളിലുള്ള ട്രേഡുകൾ മാത്രം കൺസിഡർ ചെയ്യുക, അതർവൈസ് നമ്മൾ ആ ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളിപ്പം ഓൾറെഡി പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ ട്രേഡിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നല്ലൊരു ഫോളൊക്കെ കിട്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇനിയും താഴോട്ട് പോകാൻ പറ്റും എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടം വരെയുള്ള മൂവ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ നമ്മൾ ട്രേഡ് ബ്രേക്ക് ഇവനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫോള് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വരെ വരും. ഇൻ കേസ് നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ SL പോകത്തില്ല, ബ്രേക്ക് ഇവനിൽ നമ്മൾ എക്സിറ്റ് ആവും. അതാണ് ഈ ഒരു മിനിമം 15 മിനിറ്റ്സ് എന്ന് പറയാൻ കാരണം. ഇത് 1 അവറിലൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ 1 അവറിലേക്കൊക്കെ ഈ ഒരു ഇത് മാറ്റി വെക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ടൈം ഫ്രെയിം ഉണ്ട്, താഴോട്ട് വരുമ്പോൾ ഈ 15 മിനിറ്റ്സ് എന്നുള്ളത് മാറ്റി 1 അവർ കൊടുക്കുക, ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇത് 1 അവറിനനുസരിച്ച് അലൈനായി. ഇത് ഇത്രയും നേരം ഉണ്ടായിരുന്നത് 15 മിനിറ്റ്സിനനുസരിച്ചാണ്. ഇതിപ്പോൾ 1 അവറിൽ ഇതൊരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ 1 അവറിൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് എൻട്രി ആവേണ്ടത്. 15 മിനിറ്റ്സിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി താഴെ നിന്നായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ലോഡ് സൈസും അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് 15 മിനിറ്റ്സിൽ നിന്ന് ഇപ്പോൾ 1 അവറിൽ ഇടുമ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത്. ഇതാണ് നമ്മുടെ 1 അവറിൻ്റെ സെറ്റപ്പ്. ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇനി 5 മിനിറ്റ്സിലോട്ട് മാറ്റി കഴിഞ്ഞാൽ, അതായത് നമ്മൾ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ടൈം ഫ്രെയിമിൻ്റെ താഴോട്ടുള്ള ഏത് ടൈം ഫ്രെയിമിലേക്ക് മാറ്റിക്കഴിഞ്ഞാലും ഈ ഒരു സിസ്റ്റം കാണിച്ചു തരുന്ന ഏരിയാസ് 1 അവറിനനുസരിച്ചുള്ളതായിരിക്കും. അതൊരിക്കലും താഴോട്ട് ഡൗൺ സൈസ് ആകത്തില്ല. അതേസമയം നിങ്ങൾ ഇത് 15 മിനിറ്റ്സിലിട്ടിട്ട് അതിൻ്റെ ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ 15 മിനിറ്റ്സിന് അനുവാദമായിട്ടുള്ള സിസ്റ്റം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എൻട്രി വരുന്നത് 187.098 എൻട്രി ഏരിയ വരുന്നത്. ഇപ്പോൾ നമ്മളിത് 5 മിനിറ്റ് ആണെങ്കിൽ കൂടി 15 മിനിറ്റ്സിൻ്റെയാണ് നമ്മളിവിടെ എൻട്രി ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇനി 1 അവറിലേക്ക് പോകുമ്പോഴും ഇത് 1 അവറിന് ആയിട്ട് മാറും. 1 അവറിലത്തേന് വേണ്ടിയിട്ടുള്ള ഇത് മാറും. അപ്പോൾ 1 അവറിൽ ഓൾറെഡി ഈ ഒരു ട്രേഡ് ഇൻവാലിഡേറ്റ് ആയി പോയതാണ്, ഇവിടെ ഒരു ട്രേഡ് ഇല്ല നമുക്ക്. അതുപോലെ 4 അവറിലോട്ട് മാറ്റി കഴിയുമ്പോഴും 4 അവറിന് വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് സിസ്റ്റം മാറും. അപ്പോൾ ഇത് 4 അവറിൽ ഇവിടെ നമുക്ക് ആ ഏരിയയിൽ ട്രേഡൊന്നും ഇല്ല, അതും പുതിയൊരു സെറ്റപ്പ് വരണം. മോസ്റ്റ്ലി നമ്മൾ ഡേ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണ് ഉപയോഗിക്കുക. മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ മോർണിംഗിൽ എഴുന്നേറ്റ് നമ്മളൊരു 12:30 ആകുമ്പോഴാണ് ലണ്ടൻ സെഷൻ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ലണ്ടൻ സെഷൻ ഓപ്പൺ ചെയ്യുന്ന
ആ ഒരു സമയത്തോടനുബന്ധിച്ച് നമ്മൾ എൻട്രി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ കറക്റ്റായിട്ട് കിട്ടിക്കഴിയുമ്പോൾ ആ ലണ്ടൻ സെഷൻ്റെ മൂവ്മെൻറ്റ് കിട്ടും. കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഡേയിലേക്ക് നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 അവർ എന്നൊക്കെ പറയുമ്പോൾ അത് വീണ്ടും 2-3 ദിവസം ഒക്കെ എടുക്കും അതിൻ്റെ ഒരു ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്കൊരു എൻട്രി ഡെയിലി ബേസിസിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം 15 മിനിറ്റ്സിൽ ട്രേഡ് ചെയ്യുന്നത്. 1 അവറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ട്രേഡുകളുടെ നമ്പർ ഓഫ് ട്രേഡുകൾ കുറയും. ഇതിപ്പോൾ ഗോൾഡിലേക്ക് ഇട്ടാലും ഗോൾഡിലും കാണിക്കും സിസ്റ്റം. ഇപ്പോൾ ഒരു ബുള്ളിഷ് ഏരിയയിലാണ് ഗോൾഡിൽ വന്നിരിക്കുന്നത്, പക്ഷേ ഇവിടെ ലോട്ട് സൈസ് കാണിക്കുന്നില്ല. അപ്പോൾ ലോട്ട് സൈസ് ഗോൾഡിലത്തെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ പോയിട്ട് ഈ 4x എന്നുള്ള മാറ്റിയിട്ട് ഗോൾഡിൻ്റെ കൊടുക്കും, ഓക്കെ കൊടുക്കും. അപ്പോൾ ഗോൾഡിന് 0.032 എന്ന് പറയുന്ന ലോട്ട് സൈസ് നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പം 1%, അതായത് $100. 10,000 അക്കൗണ്ടാണ്. 10,000 അക്കൗണ്ടിൻ്റെ $100 എന്ന് പറയുന്നതാണ് 1%. അപ്പോൾ ആ $100 SL ആണ് ഇവിടെ കിട്ടുക. അങ്ങനെ നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ലൈവ് മാർക്കറ്റിൽ നമ്മൾ പുതിയ ഡേറ്റാ പോയിൻറ്റ്സ് വരുന്നത് അനുസരിച്ച് ഈ ഒരു വിഷ്വൽ മാറി മാറി അതിനനുസരിച്ച് വരും. അത് ഒരു റീപെയിൻറ്റിങ് ആയിട്ടുള്ള കാര്യമല്ല. പുതിയ ഡേറ്റാ പോയിൻ്റ് വരുമ്പോൾ ആ പുതിയ ഡേറ്റാ പോയിൻറ്റിനനുസരിച്ച് അത് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഇൻ കേസ് ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, നമ്മളത് ശ്രദ്ധിച്ചില്ല, പിന്നെ മാർക്കറ്റ് ഒന്ന് മുകളിലൊക്കെ പോയിട്ട് വീണ്ടും താഴോട്ട് വരുന്നു, അപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് വരും. അപ്പോൾ ആ ഒരു പുതിയ ഏരിയ നിന്നായിരിക്കും പിന്നത്തെ പുതിയ എൻട്രി വരുന്നത്. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാനും പിന്നെ ആക്ച്വൽ റണ്ണിങ് ട്രേഡ് വല്ലതും ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനും ഒക്കെ അത് സഹായിക്കും. അപ്പോൾ അത് ഒരു റീപെയിൻറ്റിങ് ഇഷ്യൂ അല്ല, അതങ്ങനെയാണ് ആ സിസ്റ്റം. അല്ലെങ്കിൽ ഒരു തവണ ഇത് എൻട്രിയിൽ വന്നിട്ട് അവിടെ തന്നെ സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ എൻട്രികളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെയാണത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് ടെക്നിക്ക് ഇതുപോലെ നമുക്ക് ഇപ്പോഴത്തെ മോഡേൺ ടൂൾസൊക്കെ ഉപയോഗിച്ച് ചാർട്ടിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളത് കുറച്ച് സമയവും ഒക്കെ ഉള്ളത് അനുവദിക്കുന്നതനുസരിച്ച് നിങ്ങൾ കുറച്ച് നേരം സിസ്റ്റത്തിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് നമ്മൾ മറ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്ന മെത്തേഡുകളൊക്കെ വെച്ച് കോഡ് ചെയ്ത് ഇതിൽ ഇട്ടാൽ മതി. ഞാനിത് കുറച്ചുകൂടി വർക്ക് ഇതിൽ പെൻഡിങ് ഉണ്ട്. പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ടെസ്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വരുന്ന കുറച്ച് ആശയങ്ങളും കൂടി ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാനിതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ടെലഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ടെലഗ്രാമിൽ ഞാൻ ഇതിൻ്റെ കോഡ് അയച്ചു തരാം. അപ്പോൾ കോഡ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പോയിട്ട് ഇവിടെ ഈ പൈൻ എഡിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഈ ഒരു ആരോ മാർക്ക് ഞെക്കിയിട്ട് ക്രിയേറ്റ് ന്യൂ കൊടുക്കുക, ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുക, ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ആ കോപ്പി എടുത്തിട്ട് ഇതിവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് ആഡ് ടു ചാർട്ട് കൊടുക്കുക, സേവ് ആൻഡ് ആഡ് ടു ചാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഇപ്പോൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലേ ഞെക്കി കഴിഞ്ഞാൽ ആഡ് ടു ചാർട്ട് വരും. അന്നേരം അത് ചാർട്ടിലേക്ക് ആഡാവും. പിന്നെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഓപ്ഷൻസിൽ പോയിട്ട് ഇത് ആഡ് ടു മൈ ഫേവറേറ്റ് എന്നും പറഞ്ഞ് കൊടുത്താൽ മതി. ഫേവറേറ്റ്സിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം ഇത് ഇവിടെ ഈ ഇൻഡിക്കേറ്റേഴ്സിനകത്ത് ഫേവറേറ്റ്സ് എന്ന് പറയുന്ന പാർട്ടി വന്ന് കിടന്നോളും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സിസ്റ്റം ട്രേഡിംഗ് വ്യൂവിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻഡിക്കേറ്റർ, അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ അല്ല, ഇതൊരു ട്രേഡിംഗ് സിസ്റ്റമാണ്. ഇതിനകത്ത് നമ്മൾ മാർക്കറ്റ് സെഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, ഹയർ ടൈം ഫ്രെയിമിലുള്ള ട്രെൻഡിൻ്റെയൊക്കെ റേറ്റിംഗ് എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, ട്രേഡ് വാലിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രീഡിഫൈൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് സൈസും നമ്മളുടെ പെർ ട്രേഡ് റിസ്ക്കും അനുസരിച്ചുള്ള ലോട്ട് സൈസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഈ ലോട്ട് സൈസ് കാൽക്കുലേഷൻ്റെ ഇത് നമ്മൾ മാനുവലി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പെട്ടെന്ന് ഇവിടെ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവും, നമുക്ക് എൻട്രി ചെയ്യേണ്ട ഏരിയയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് പെട്ടെന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് വലിയ ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനെ അതും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ രാവിലെ വന്ന് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കുമ്പോൾ ഏത് അസറ്റിലാണ് നമ്മളുടെ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത്, ആ ഒരു ട്രേഡിൻ്റെ വാലിഡിറ്റി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കുമ്പം പെട്ടെന്ന് തന്നെ മനസ്സിലാവും നമുക്കിത് എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഡയറക്ഷണൽ റേറ്റിംഗ് കുറവാണ്, ഇപ്പോൾ 4-5 ഒക്കെ ഉള്ളെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. അല്ല ട്രേഡ് വാലിഡിറ്റി ഇവിടെ ഓറഞ്ചോ റെഡോ ഒക്കെയാണ് നമുക്കത് അവോയ്ഡ് ചെയ്യാം. വോളറ്റാലിറ്റി അലേർട്ട് റെഡ് ആണെങ്കിൽ നമുക്ക് ആ ട്രേഡ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ എല്ലാം ഓക്കെ ആകുന്ന ഒരു സമയം ഏതാണെന്നും എവിടെയാണ് എൻട്രി ചെയ്യേണ്ടതെന്നും എത്ര ലോട്ടിലാണ് എൻട്രി ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റം നേരിട്ട് കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു മെത്തേഡിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കമൻറ്റ് സെഷനിൽ അറിയിക്കുക.
നമുക്ക് അതിനനുസരിച്ച് ഈ സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയായിരുന്നു ഈ ഒരു വീഡിയോ. ഒരിക്കലും ഇത് നമ്മൾ ഡയറക്റ്റ് പോയിട്ടൊരു അക്കൗണ്ടിലേക്ക് ട്രേഡ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നൊക്കെ ഒരു ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുക. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോ മാത്രമാണ്, ഒരിക്കലും ഒരു അഡ്വൈസോ ഒന്നുമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും നന്ദി. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്ന വീഡിയോകൾ ഒരിക്കലും ഈ ഒരു വീഡിയോ മേക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫുൾ ടൈം പരിപാടിയല്ല. നിങ്ങൾക്കെല്ലാം അറിയാം, വല്ലപ്പോഴൊക്കെ വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. കാര്യം വീഡിയോ പബ്ലിഷ് ചെയ്യാൻ എടുക്കുന്ന കാലതാമസം, ആ കാലതാമസത്തിൽ നിങ്ങളുടെ ആ ഒരു ഫീഡിൽ നിന്ന് ഈ ചാനൽ ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റേ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷൻസും കിട്ടുള്ളൂ. അല്ല, ഞാൻ എന്നും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലുകൾ തന്നെ പോപ്പായി നിങ്ങളുടെ മുമ്പിൽ വരും. പക്ഷേ ഞാനങ്ങനെ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണൊക്കെ ഞെക്കി വയ്ക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം.